ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ്റെ ചോറൂണ് വീഡിയോ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 5 അമ്പലങ്ങളിൽ നമുക്ക് നേർച്ചയുണ്ട്, കുഞ്ഞിന് ചോറൂണ് കൊടുത്തോളാണ്. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ സമയമൊക്കെ കറക്റ്റായി വരുമ്പോഴാണ് നമ്മൾ ചോറൂണിനായിട്ട് പോകുന്നത്. ഇന്നപ്പം ഞങ്ങൾ പോകുന്നത് കുമാരനെല്ലൂർ അമ്പലത്തിലാണ്. കുമാരനെല്ലൂർ അമ്പലം നമ്മൾ അച്ഛൻ്റെയൊക്കെ കുടുംബക്ഷേത്രം ആയിട്ടാണ് കുമാരനെല്ലൂർ അമ്പലം കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ നേർന്നാണ് കുഞ്ഞിന് ചോറൂണ് കൊടുത്തോളാണ്. അപ്പം ഞാനും ചേച്ചിയും ചേട്ടനും പിള്ളേരും അമ്മയും കൂടെ ഇന്ന് കുമാരനെല്ലൂർ അമ്പലത്തിൽ വന്നിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് വന്നേക്കാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് വഴിപാടുകൾ, നമ്മൾ നേർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല, സാധാരണ വഴിപാടും കാര്യങ്ങളും ചെയ്ത് പിന്നെ അവിടെ അന്നദാനമുണ്ട് എല്ലാ ദിവസവും. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അവിടെ അന്നദാനം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞുമായിട്ടും പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ചോറൂണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അവിടുന്ന് നേരെ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിലും പോയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം വീഡിയോ കണ്ട് നോക്കിക്കോളൂ. Dosa
शारदा नमोस्तुते श्यामाम्बरं मुखसागरं ताननननं 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 रसधामहापराजित दुरावह प्रणवात्मिक अधिकस्वरातुतिशारदा नमोस्तुते श्यामाम्बरं मुखसागरं. അങ്ങനെ അന്നദാനവും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയായി. നേർച്ച ഉണ്ടായിരുന്ന 4 അമ്പലങ്ങളിലെയും ചോറൂണ് കഴിഞ്ഞു. ഇനിയുള്ളത് അമ്മ വീട്ടിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പോൾ അത് ആയില്യത്തിന് അത് നടത്താമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് മന്ത് തുലാത്തിലെ ആയില്യത്തിൽ ആണ് നമ്മൾ നടത്താനിരിക്കുന്നത്. കാരണം കുഞ്ഞിൻ്റെ നാൾ ആയില്യമാണ്, അതുകൊണ്ടാണ്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.